നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അതിന് തൊട്ട് മുന്നേ ഞങ്ങളുടെ ഡെയിൻചാറിന്റെ ബർത്ത്ഡേ ആയിട്ടല്ലേ എം ജി ഞങ്ങളെ നമ്മൾ എന്തെങ്കിലും ഡെയിൻചാറിന് തന്നില്ലെങ്കിൽ ശരിയാണോ? അത് കാര്യമായിട്ട് എന്തെങ്കിലും ഞങ്ങളൊക്കെ നിറയെ പ്രസന്റ് എന്താ ചൂരി തന്നോളൂ. ഒരു പണിയായിരിക്കും. പണിയാണോ? അല്ല, ഒരു പണിയൊന്നും അല്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം. കട്ട് ചെയ്യരുത്, അനുവദിക്കരുത്. ഇങ്ങോട്ടാ, നിങ്ങൾ കണ്ണടയ്ക്കുന്നുണ്ട്, എനിക്ക് നോക്കണം. അതുകൊണ്ടാ കണ്ണടക്ക്, ശരിക്കും കണ്ണടക്കണം. ഇല്ല, എനിക്ക് സർപ്രൈസ് തരില്ല. കൊടുക്കാരെങ്കിലും ഒരു കാര്യം കണ്ണടച്ച് തന്നെ ഇരിക്കട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഏതാ നിങ്ങളുടെ അടുത്ത പോലീസ് സ്റ്റേഷൻ? ഒല്ലൂര് പോലീസ് സ്റ്റേഷൻ. ഒല്ലൂര് പോലീസ് സ്റ്റേഷനിൽ 3 പേര് വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ എപ്പോഴും അവിടെ പോയി ഒപ്പിടാറുള്ളതാണല്ലോ. സാറെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇതെന്താ എടാ, നിങ്ങളെ ആൾക്കാര് തിരക്കേടില്ലല്ലോ. നിങ്ങളെന്താ ഇവിടെ ഇറങ്ങി പോണാ? നിങ്ങൾ തപ്പി വന്നോ? എന്ത് ഒരു പൈസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കവർ അല്ലല്ല, ഇത് ആക്ച്വലി ഫ്ലാറ്റില് ഇന്ന് രാവിലെ വന്നൊരു കത്താ. പക്ഷെ ഇത് അറിയാണ്ട് വായിച്ചു പോയി. വായിച്ചപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്ന് എന്തായാലും ഇന്ന് വരുന്നുണ്ട്, അപ്പൊ എന്നെ കൊണ്ട് കാണിക്കാന്ന് വിചാരിച്ചു. സാറിന് വായിക്കണം. സാറ് രഹസ്യത്തിൽ വായിക്കുന്നതായിരിക്കും നല്ലത്. വേണ്ട, കാണിച്ചതില്ല. ലോട്ടറി എങ്ങനെ അടിച്ചു എന്നാണോ? അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേരുണ്ടോ? ഇവന്മാര് വിളിക്കുന്ന പേര് പുറത്തു പറയല്ലേ? എന്റെ പ്രിയപ്പെട്ട ഡെയ്നു. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു പേര്. ഇത് വ്യാജം. ആണോ? ശരിക്കും ഇതാണോ? ഡെയ്നു എന്നാണ് വിളിക്കുന്നത്. അല്ല, പ്രിയപ്പെട്ട ഡെയ്നു, നിന്നെ കണ്ടിട്ട് എത്ര കാലമായി. ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ട്. ഇത് കയ്യക്ഷരം ഇത്തിരി പ്രശ്നമാണ്. ടിവിയിൽ നീ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ കണ്ട് ഞാൻ ഒരുപാട് ചിരിക്കാറുണ്ടെന്ന് കൊറേ എഴുതിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം എപ്പോഴെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ എന്നൊക്കെ പറഞ്ഞ് കൊറേ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു പെണ്ണാ, അത് ഉറപ്പാ. ആഗ്രഹം. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ആ പേര് വിളി, ഡെയ്നു. എന്നിട്ട് സച്ചിനെ അല്ല, മാത്രമല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ ഞാൻ വിടില്ല. വിടില്ല. എത്ര എന്റെ അടുത്ത് പിണങ്ങി നിന്നാലും നിന്നെ ഞാൻ വിടില്ലടാ, എന്റെ പൊന്ന് ഡെയ്നു എന്ന് പറഞ്ഞിട്ട്. പേരെന്താണെന്നറിയോ? നെയ്നു. ആ, ആരെങ്കിലും ആവട്ടെ സാർ, നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാം. വേണ്ട, ഞാൻ എനിക്ക് അറിയണം. നിങ്ങൾക്കറിയാവോ? ഇല്ല, ഞങ്ങൾക്കും അറിയില്ല. സ്വഭാവം അറിയാമല്ലോ. ഇവിടെ വന്ന് വളരെ ശുദ്ധനായിട്ട് നിന്നിട്ട് ഈ പാവത്തിന്റെ അടുത്ത് ചോദിക്കുകയാണ്, രാഗം പറഞ്ഞതാ ഞാൻ പഠിക്കട്ടെ, ഹംസധ്വനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം ആലോചിപ്പിച്ചില്ലേ? ഞാൻ എത്ര പേർക്കാ ഞാൻ ഇങ്ങനെ ചുമ്മാ പറയാ, ദേ നല്ലൊരു പയ്യൻ നിൽക്കുന്നു, ദേ അവനെ കണ്ടോ, അവന്റെ ചുണ്ട് കണ്ടോ, അവന്റെ കണ്ണ് കണ്ടോ, അവന്റെ ചെവി കണ്ടോ എന്നൊക്കെ ചോദിച്ച് നല്ല പയ്യനാണെന്നൊക്കെ പറഞ്ഞ് കല്യാണം വരെ ആലോചിച്ചാണ്. എന്നിട്ട് ഇദ്ദേഹം ഇത്രയും എന്നെ വഞ്ചിക്കുമെന്ന് എന്നെയാണ് വഞ്ചിച്ചത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.